VSGS അക്കൗണ്ടിങ് സിംപ്ലിഫൈഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 37ാമത്തെ സെഷനായ ഇന്ന് നമ്മുടെ അക്കൗണ്ടിങ് വിഷയത്തിൽ നിന്ന് ചെറിയ വിഭിന്നമായ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. വേറെ ഒന്നുമില്ല, നമ്മൾ കേൾക്കാറുള്ള ഒരു ടേമാണ് പോപ്പുലേഷൻ. അപ്പോൾ ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഒരു റീജിയനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ വളരെ ബൃഹത്തായ ഒരു വിഷയം മാക്സിമം ചുരുക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പോപ്പുലേഷൻ നമ്മൾ എന്താ പറയുക, ചുരുക്കി പറയുകയാണെങ്കിൽ പോപ്പുലേഷൻ ഡിനോട്ട്സ് നമ്പർ ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ ആൻ ഏരിയ ഓൺ ദ എർത്ത് എന്ന് പറയാം. ഭൂമിയിൽ ഒരു ഏരിയയിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണത്തെ പോപ്പുലേഷൻ എന്ന് സാമാന്യ രീതിയിൽ പറയാം. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അസറ്റാണ്, അല്ലെങ്കിൽ അസറ്റായിട്ടാണ് പോപ്പുലേഷനെ കൺസിഡർ ചെയ്യുന്നത്. ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ പോപ്പുലേഷൻ അവിടുത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന എങ്ങനെ അല്ലെങ്കിൽ ആ റീജിയനിലെ ആ സ്റ്റേറ്റിൻ്റെ റിസോഴ്സസ് ഉപയോഗപ്പെടുത്തി ഒരു ഗവൺമെൻറ്റിൻ്റെ പോളിസികളും സ്കീമും പ്രയോജനപ്പെടുത്തി എങ്ങനെ ജീവിക്കുന്നു എന്നനുസരിച്ചാണ് പോപ്പുലേഷൻ്റെ ഗ്രോത്തും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനും കണക്കാക്കുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന ഗ്രോത്ത് ആയാലും ഡിസ്ട്രിബ്യൂഷൻ ആയാലും 4 ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആ ഘടകങ്ങൾ ഫിസിക്കൽ, സോഷ്യൽ, ഇക്കണോമിക്, കൾച്ചറൽ എന്നീ 4 ഫാക്ടേഴ്സാണ്. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്ന വിഷയത്തിനകത്ത് നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പോപ്പുലേഷൻ എന്താണ്, പോപ്പുലേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ്, പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ചെറിയ രീതിയിൽ വിവരിക്കാൻ ശ്രമിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ അനുഭവേദ്യമാകുന്ന എല്ലാ ഘടകങ്ങളെയും നമുക്ക് ഫിസിക്കൽ അഥവാ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുത്താം. അതായത് ഫിസിക്കലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ലാൻഡ് ഫോംസ്, ക്ലൈമറ്റ്, സോയിൽസ് എന്നിവയാണ് ഈ ഫിസിക്കൽ ഫാക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഫ്രഷ് വാട്ടറിൻ്റെ അവൈലബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ഈ റിവേഴ്സ് വാലിയിൽ അല്ലെങ്കിൽ റിവർ വാലിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ വാട്ടർ അവൈലബിലിറ്റി ജീവിക്കാനും അതുപോലെ കൃഷിക്കും വളരെ ഉപയോഗമാണ്. അതുപോലെ കൾട്ടിവേഷൻ, ഈ പറഞ്ഞ പോലെ കൾട്ടിവേഷന് സൗകര്യപ്രദമായിട്ടുള്ളത് പ്ലെയിൻ ഏരിയ ഓഫ് ദ എർത്താണ് എന്ന് മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തും ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് കൂടുതലായി കാണപ്പെടും. കൂടാതെ ഇൻഡസ്ട്രിയൽ, അഗ്രികൾച്ചറൽ ആൻഡ് ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് അസാധ്യമായ മൗണ്ടനസ് റീജിയനുകളിൽ ഈ പറയുന്ന പോലെ ആളുകൾ അത്ര താമസിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഹിമാലയൻ റീജിയനുകളിൽ ആൾതാമസം കുറവാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റിയെ വളരെയേറെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ക്ലൈമറ്റ്. അതായത് മോഡറേറ്റ് ക്ലൈമറ്റ് ഉള്ള റീജിയനുകളിൽ ആണ് ആൾക്കാർ കൂടുതൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതായത് വളരെ അധികം റെയിൻഫോൾ ഉള്ളതോ അധികം ചൂടുള്ളതോ ഇനി അധികം തണുപ്പ് അനുഭവപ്പെടുന്നതോ ആയ റീജിയനുകളിൽ ആൾക്കാർ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നില്ല. മോഡറേറ്റ് ക്ലൈമറ്റ് റീജിയൻസ് ആണ് ഡെൻസിലി പോപ്പുലേറ്റഡ് ആയി കാണപ്പെടുന്നത്. ഇനി ഈ ഫെർട്ടൈൽ സോയിൽ ഉള്ള, അതായത് അഗ്രികൾച്ചറിന് ഉപയോഗപ്രദമായ അലൂവിയൽ സോയിൽ, ബ്ലാക്ക് സോയിൽ റീജിയൻസിൽ ആൾക്കാർ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇതൊക്കെ അഗ്രികൾച്ചറിനെ സഹായിക്കുകയും അതുപോലെ തന്നെ ഒരു സസ്റ്റൈനിങ് ലൈഫ് സാധ്യമാക്കുകയും ചെയ്യും.
ഇനി ഇക്കണോമിക് ഫാക്ടേഴ്സിലേക്ക് കടക്കുമ്പോൾ മൈനിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് വഴി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഈ പറയുന്ന ഇക്കണോമിക് ഫാക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സ്കിൽഡ് ആൻഡ് സെമി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ മേഖലകളിൽ കൂടുതൽ വസിക്കുന്നു. അതുപോലെ തന്നെ അർബണൈസേഷൻ്റെ ഭാഗമായിട്ട് ബെറ്റർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേറ്റഡ് ഫെസിലിറ്റീസ്, ബെറ്റർ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഉള്ള സിറ്റീസുകളിലും ആളുകൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്കുള്ള മൈഗ്രേഷന് കാരണമാകും. ഇങ്ങനെ നോക്കുമ്പോൾ ഡൽഹി, മുംബൈ, കൽക്കട്ട മുതലായ ഈ പറഞ്ഞ ഡെൻസ്ലി പോപ്പുലേറ്റഡ് സിറ്റീസ് കൂടുതൽ ആകർഷണീയമായി കാണുന്നത് ഇങ്ങനെയാണ്. കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനും കൂടുതൽ മെഡിക്കൽ ഫെസിലിറ്റീസിനും എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസിനും ഒക്കെ റൂറൽ ഏരിയയിൽ നിന്ന് അർബണിലേക്ക് ആൾക്കാരുടെ ഷിഫ്റ്റിംഗ് ഉണ്ടാവും. അവിടെയാണ് അർബണൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം പോപ്പുലേഷൻ്റെ സ്വാധീനമുണ്ട്. ഇനി ഹ്യൂമൻ ലൈഫിൽ കൾച്ചറിനും റീജിയനും വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. കൾച്ചറലി ആൻഡ് റിലീജിയസ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉള്ള ഏരിയകളിൽ ആൾതാമസം കൂടുതലായി കാണാം. അതുപോലെ യുദ്ധം പോലുള്ള കോൺഫ്ലിക്റ്റ് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഒഴിഞ്ഞു മാറി വേറെ ഒറിജിൻ കണ്ടെത്തുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ ചില ഈ പറഞ്ഞ പോലെ സ്പാസിലി പോപ്പുലേറ്റഡ് ഏരിയകളിൽ, ജനവാസം കുറഞ്ഞ സ്ഥലങ്ങളിൽ ജനവാസത്തിന് പറ്റിയ കേന്ദ്രങ്ങളായിരിക്കാം, പക്ഷേ ആൾക്കാർക്ക് അതറിഞ്ഞൂടാ. ആ ഏരിയകളിൽ ജനങ്ങളെ സ്വാഗതം ചെയ്യാൻ അല്ലെങ്കിൽ ജനങ്ങളെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചില സ്കീമുകളും പ്രോഗ്രാമുകളും ഒക്കെ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ ചില ഈ പറഞ്ഞ പോലെയാണ് സ്ഥലങ്ങൾ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കാം ജനവാസത്തിന് പറ്റിയ സ്ഥലമാണെന്ന്. പക്ഷേ അവിടെ നല്ല ഈ പറഞ്ഞ പോലത്തെ ഘടകങ്ങളെല്ലാം പോസിറ്റീവായിരിക്കാം. അപ്പോൾ അവിടെയെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ ജനങ്ങളെ ആകർഷിക്കാറുണ്ട്. ഇനി എന്താണ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്നതിലേക്ക് കടക്കുകയാണ്. ദ വേ പീപ്പിൾ ആർ സ്പ്രെഡ് അക്രോസ് ദ വേൾഡ് ഈസ് കാൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ. ശരിക്കും അൺഈവൻ ആയിട്ടാണ് നമ്മുടെ ലോകം നോക്കിയാൽ ലോകത്ത് തന്നെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ കാണപ്പെടുന്നത്. വേൾഡ് പോപ്പുലേഷൻ്റെ 90% വെറും 10% ലാൻഡ് ഓക്കുപ്പൈ ചെയ്തുകൊണ്ടാണ് താമസിക്കുന്നത്. വെറും 10% ഭൂമിയുടെ ലാൻഡ് ഓക്കുപ്പൈ ചെയ്തിട്ടുള്ളൂ. ആ 90% ആൾക്കാരിൽ 60% ആൾക്കാരും 10 രാജ്യങ്ങളിലായിട്ടാണ് വസിക്കുന്നത്. ഈ 10 രാജ്യങ്ങളിൽ 6 രാജ്യങ്ങൾ ഏഷ്യ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ അല്ലെങ്കിൽ വൻകരയിലാണ്. ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, റഷ്യ, ജപ്പാൻ എന്നിവയാണ് ആ 6 രാജ്യങ്ങൾ. ഇപ്പോൾ കോണ്ടിനെൻസിനെ നോക്കുകയാണെങ്കിൽ മൊത്തം 7 കോണ്ടിനെൻസ് ഉണ്ട്. അപ്പോൾ ഏഷ്യ കൂടാതെ ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ ഇവയെല്ലാം കോണ്ടിനെൻസ് ആണ്. ജനറൽ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞാൽ ഇനി ഡെൻസിറ്റിയിലേക്ക് പോയാൽ ഈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കണക്കാക്കുന്നതും അതുപോലെ അത് മോണിറ്റർ ചെയ്യുന്നതും വളരെ അത്യാവശ്യമായ ഒരു കാര്യമായിട്ടാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഒരു ഏരിയയുടെ സ്ക്വയർ കിലോമീറ്ററിനേക്കാൾ അല്ലെങ്കിൽ വിസ്തീർണത്തേക്കാൾ കൂടുതൽ ആളുകൾ ആ ഏരിയയിൽ താമസിക്കുന്നത് ഒരു കാരണവശാലും അഭികാമ്യമായ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ the density of population because land has a limited capacity to sustain life. ഈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനെ നിർവചിക്കുകയാണെങ്കിൽ
The density of population is the ratio between the numbers of people living in a square kilometer of area എന്ന് പറയാൻ പറ്റും. അതായത് ഒരു സ്ക്വയർ കിലോമീറ്റർ ഓഫ് ഏരിയയിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണത്തെയാണ് ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്റർ. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ബൈ ഏരിയ, പോപ്പുലേഷൻ ഡിവൈഡ് ബൈ ഏരിയ എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് ഡെൻസിറ്റി കണ്ടെത്താം. ഇനി റീജിയൻ വൈസ് അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് വൈസ്, സ്റ്റേറ്റ് വൈസ്, കൺട്രി വൈസ് നമ്മുടെ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ്റെ എണ്ണത്തെക്കുറിച്ച് പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ഈ പറഞ്ഞ പോലെ 14 ജില്ലകളിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റുകളിൽ വിസ്തീർണം കൂടിയത് ഇടുക്കിയാണെങ്കിലും, അതായത് ഏറ്റവും വലിയ ജില്ലയായി കണക്കാക്കപ്പെടുന്നത് ഇടുക്കിയാണെങ്കിലും, മലപ്പുറമാണ് ഡെൻസിലി പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്റ്റ്. മലപ്പുറത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 41,12,920 41,12,920 2021 പ്രകാരം, സെൻസസ് പ്രകാരമാണ്. രണ്ടാമത് തിരുവനന്തപുരം ജില്ലയാണ്. 35,21,153 35,21,153 ആണ് ട്രിവാൻഡ്രത്തിൻ്റെ ജനസംഖ്യ, ആളുകളുടെ എണ്ണം. ഇതുപോലെ തന്നെ 28 സ്റ്റേറ്റുകളിൽ, ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളിൽ 12ാം സ്ഥാനമാണ് കേരളത്തിന്. 35 മില്യൺ ആൾക്കാരുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതായത് 3.5 കോടി ജനങ്ങൾ, 3,50,000, 3,50,00,000. 2021 സെൻസസ് പ്രകാരമാണ്. അപ്പോൾ 12th പൊസിഷനാണ് കേരളത്തിന് എന്ന് പറഞ്ഞല്ലോ. ആ മുകളിലുള്ള 11 സ്റ്റേറ്റുകളെ കുറിച്ച് പറയാം. ആദ്യത്തെ സ്റ്റേറ്റ് ഉത്തർപ്രദേശ്, 2 മഹാരാഷ്ട്ര, 3 ബീഹാർ, 4 വെസ്റ്റ് ബംഗാൾ, 5 ആന്ധ്രാപ്രദേശ്, 6 തമിഴ്നാട്, 7 രാജസ്ഥാൻ, കർണാടക, ഗുജറാത്ത്, ഒറീസ, പിന്നെ 12ാമത്തെ പൊസിഷൻ കേരളം. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, രാജസ്ഥാൻ, കർണാടക, ഗുജറാത്ത്, ഒറീസ, പിന്നെ കേരളം. അപ്പോൾ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അഭിമാനിക്കാമെന്നുള്ള കാര്യമാണ്. ഫസ്റ്റ് പൊസിഷനാണ് പോപ്പുലേഷൻ നോക്കിയാൽ. വേൾഡ് പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയാണ്. 146.38 crore ഇന്ത്യൻ പോപ്പുലേഷൻ. അതായത് 148,68,65,525 ഇന്ത്യൻ പോപ്പുലേഷൻ. 146,38,65,525 സെക്കൻഡ് പൊസിഷനിൽ ചൈനയുടെ പോപ്പുലേഷൻ 141,60,96,094. അപ്പോൾ ഇങ്ങനെ വളരെ പ്രയോജനകരമാകുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഉള്ള അക്കൗണ്ടിങ് വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. അപ്പോൾ എല്ലാവരിലേക്കും ഇത് എത്തിച്ചിട്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ട്, കാരണം കൂടുതൽ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും വന്നാലേ എനിക്കെന്തെങ്കിലും പ്രയോജനമുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ള റിക്വസ്റ്റ് വച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.